അല്ലാതെ നിങ്ങളല്ലേ പറഞ്ഞ, ഞാനാണ് പറഞ്ഞത്, നിങ്ങളെ പറഞ്ഞത്. അത്രയുള്ള പ്രശ്നം. അല്ല ചേട്ടാ, ഇപ്പൊ നിങ്ങൾ വണ്ടി കയറ്റിക്കോ, എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ചേട്ടനെ ഉച്ചയ്ക്ക് മുമ്പേ വിളിച്ച് പറയാമെന്നാ പറഞ്ഞേ. അത് പറയുന്നു, നിങ്ങൾ പറയാൻ എന്താന്നുള്ളതാണ് പറയാൻ പല വിഷയമുണ്ടല്ലോ. അല്ല ചേട്ടാ, ഞാൻ ചോദിച്ചിട്ട് എത്ര പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞിട്ട് ഞാൻ മാനേജറോടോ ചോദിച്ചിട്ട് ഞാൻ കാര്യം ചേട്ടനോട് വിളിച്ച് പറയാം എത്ര തരാൻ പറ്റുമെന്നുള്ളത്. അല്ലെന്ന് അത് പറഞ്ഞു കേട്ടാ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുളിക്കാൻ പോകാനുണ്ട്. ചേട്ടൻ കുളിക്കുന്നത് സമ്മതിച്ചു. ഞാൻ വണ്ടി അവിടെ ലോഡില്ലാതെ കിടക്കുക. വണ്ടി എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ഇതുകൊണ്ട് കാര്യമുള്ള ചേട്ടാ, എനിക്ക് കാര്യമില്ലായിട്ടാണോ ഞാൻ ചേട്ടനെ വിളിക്കുന്നത്? നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് പറയുന്നു, അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാനൊരു 1000 രൂപ കൊടുത്തേക്കാം. 1000 രൂപയാണ് ഒരു വണ്ടി കയറുമ്പോ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാം. ഭയങ്കര അതൊരു അവർക്ക് അനാഥപ്പുഴയ്ക്ക് മേടിച്ചു കൊടുക്കാറുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഒന്നും ഉണ്ടാകുമ്പോല്ല. പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചിന്തിക്കാവുന്ന കൂടുതൽ ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ. അതല്ല, ഇങ്ങനെ ഭയങ്കര ഞാൻ എങ്ങനെ ഒരുപാട് വണ്ടി അവിടെ ഈ സാറിനൊക്കെ കാണുന്നുണ്ട്. പറഞ്ഞാൽ അവരിപ്പോ അതിന് പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കും. ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട് ചേട്ടാ. എന്റെ സാഹചര്യം ചേട്ടൻ ഇപ്പൊ അറിയാത്തത് കൊണ്ടാ ചേട്ടൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ഈ പറഞ്ഞ മുതലാളികാരും ഒരാളും ഇവിടെ വന്ന് കാണാനല്ലോ. ഞങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ഇവിടെ ഇടപെട്ട് വന്ന ഈ കമ്പനിക്കാരുടെ പ്രശ്നം ഉണ്ടാക്കാൻ സംസാരിക്കും. ഇപ്പൊ സർക്കാരിന്റെ പ്രശ്നം ഉണ്ടായിട്ടും നമ്മ തന്നെ പോയതും സംസാരിച്ചു. അതൊക്കെ നിങ്ങൾ അറിയണില്ലേ? സ്റ്റാറ്റസ് ഇല്ലാണ്ടേ തങ്ങും വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റില്ല. പറഞ്ഞ ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ ഇതിനൊക്കെ എല്ലാത്തും സംഘടന സമരം ചെയ്യാനും പല കാര്യങ്ങളും. ചേട്ടാ, സംഘടന സമരം ചെയ്യുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ് ചേട്ടൻ നാട്ടിൽ നിന്നിട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഓരോ കാര്യത്തിനാണ് വില. കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടാ. ഇപ്പോഴത്തെ എന്റെ സാഹചര്യം മോശമായോണ്ടാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് പമ്പുണ്ടെന്നേ ഉള്ളൂ, സാഹചര്യം മോശമായതുകൊണ്ടാണ് പറയുന്നത്.